അർജുനെ കണ്ടെത്താൻ പുഴയിലിറങ്ങിയ ഈശ്വർ മൽപെ സംഘത്തിന്റെ വടം നടുവേ പൊട്ടിയെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. രക്ഷാപ്രവർത്തനം നടത്താൻ വന്ന മത്സ്യത്തൊഴിലാളികളിൽ 7 പേരെ രക്ഷിച്ചത് ഇന്ത്യൻ സൈന്യമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതെ മലയാളി ട്രക്ക് ഡ്രൈവർ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ 12ാം ദിനവും തുടരുകയാണ്. നാവികസേനയും പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും സംയുക്തമായിട്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവിടെ നടത്തുന്നത്. കുന്നാപുര സ്വദേശിയായ മത്സ്യത്തൊഴിലാളി ഈശ്വർ മൽപെ നേതൃത്വം നൽകുന്ന 7 അംഗ സംഘമാണ് പുഴയിലിറങ്ങിയുള്ള തിരച്ചിൽ നടത്തിയിരിക്കുന്നത്. എന്നാൽ ശക്തമായ അടിയൊഴുക്ക് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഏറെ വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുകയാണെങ്കിലും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മൽപയും സംഘവുമെല്ലാം. ഇവർ നദിയിലിറങ്ങി ട്രക്കിന്റെ അടുത്തെത്തി അതിനകത്ത് അർജുൻ ഉണ്ടോ എന്ന് ഉറപ്പിക്കാനാണ് ശ്രമം നടത്തുന്നത്. മൽപെ സംഘം വൻ ഒഴുക്കിലേക്ക് ഇറങ്ങി തിരച്ചിൽ നടത്തവെയാണ് ഇവരുടെ വടം പൊട്ടിപ്പോയിരിക്കുന്നത്. തുടർന്ന് സൈന്യമാണ് ഇവരെ രക്ഷിച്ചിരിക്കുന്നത്. പിന്നെ വീണ്ടും ഈ സംഘം പുഴയിൽ ഇറങ്ങി. എന്നിട്ടും ലോറിയും അർജുനെയും കണ്ടെത്താൻ ഇവർക്കായിട്ടില്ല. 3ാം തവണ മൽപയെ ബന്ധിപ്പിച്ചിരിക്കുന്ന വടം പൊട്ടുകയായിരുന്നു. അദ്ദേഹം 100 മീറ്ററോളം ഒഴുകിപ്പോയി എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നാവികസേനയുടെ ദൗത്യ സംഘമാണ് അദ്ദേഹത്തെ വീണ്ടും രക്ഷപ്പെടുത്തിയത്. അതിഭീകരമായിട്ടുള്ള ഒഴുക്ക് തന്നെയാണ് ഈ പുഴയിൽ. അതായത് കലിതുള്ളിയ ഈ പുഴയിൽ ഒന്നും ചെയ്യാനാകാതെ ദൗത്യ സംഘം അവിടെ നിൽക്കുകയാണ്. ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, അർജുനെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതായത് ലോറിയുടെ ഒരു ഭാഗവും ഇതുവരെ കിട്ടിയിട്ടില്ല. ലോറി ഇനിയും എവിടെയെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. 100-ലധികം സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തി പരിചയമുള്ള വ്യക്തിയാണ് മൽപെ. 7 നോട്ടിന് മുകളിലാണ് ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതായത് മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങി പരിശോധന നടത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ എന്നുള്ളതാണ് വിവരങ്ങൾ. അതുമാത്രമല്ല, കുത്തൊഴുക്കുള്ള ഈ പുഴയിൽ ഗോവയിൽ നിന്ന് ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം കൊണ്ടുവരാനാണ് ശ്രമം നടക്കുന്നത്. അവസാന നിമിഷവും സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അത് മാറ്റിവെക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. പ്രശ്നങ്ങൾ പരിഹരിച്ച് വൈകിട്ടോടെ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം എത്തിക്കുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അതേസമയം ടഗ് ബോട്ട് കൊണ്ടുവരാനുള്ള ശ്രമവും നടക്കുകയാണ്. എന്നാൽ തിരച്ചിൽ തുടരണമെന്ന് കേരള സർക്കാർ പറയുന്നു. ഇനി എവിടെ തിരച്ചിൽ നടത്താനാണ് എന്ന് കർണാടകം തിരിച്ചു ചോദിക്കുകയാണ്. ഇതിനിടെ കർണാടകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേരള സർക്കാരിന്റെ നിലപാടിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യലുകളുണ്ടായി. കർണാടകത്തിലെ സോഷ്യൽ മീഡിയയിൽ കേരളത്തിൽ സമീപകാലത്തായി നടന്ന ദുരന്തങ്ങളിൽ കവളപ്പാറയിലും കഴിഞ്ഞ പ്രളയകാലത്തുണ്ടായ ദുരന്തത്തിലും ഇനിയും കാണാതെ മൃതദേഹങ്ങളും മനുഷ്യരെയും എന്തുകൊണ്ട് കണ്ടെത്തിയിട്ടില്ല? നിരവധി മനുഷ്യർ ഇപ്പോഴും കേരളത്തിലെ മുൻകാല പ്രളയങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും പെട്ട് മണ്ണിനടിയിലും മറ്റും കിടക്കുമ്പോൾ കേരളം ഇത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിക്കുന്നതിന്റെ ഔചിത്യം കർണാടക ചൂണ്ടിക്കാണിക്കുകയാണ്. മാത്രമല്ല, കർണാടകത്തിലുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിക്കുകയാണ്. കേരളത്തിലെ മലപ്പുറം കവളപ്പാറയിലുണ്ടായ വലിയ മണ്ണിടിച്ചിലിലും ഉരുൾപൊട്ടലിലും ഇനിയും നിരവധി പേരെ കണ്ടെത്താനായിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞു. ഇത് ഇപ്പോൾ കർണാടകത്തിൽ വലിയൊരു ചർച്ച തന്നെ ആയിരിക്കുകയാണ്. ഈ ദുരന്തത്തിൽപ്പെട്ട കർണാടക സ്വദേശികളായിട്ടുള്ള ആളുകളെ അടക്കം ഇനിയും കണ്ടെത്തുവാൻ ഇത് സംബന്ധിച്ച് എത്ര പേരെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ടെന്ന് പോലും വിവരങ്ങൾ പോലും ലഭ്യമായിട്ടില്ല. അത്ര വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ദൗത്യം തുടരണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇപ്പോൾ കർണാടകത്തിലെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദൗത്യം പൂർത്തിയാക്കുന്നതുവരെ സ്ഥലത്ത് തുടരുവാൻ കാർവാർ MLAയോട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർദ്ദേശിച്ചിട്ടുണ്ട്. ദൗത്യം പൂർത്തിയാക്കുന്നതുവരെ പോലീസിനോട് ബന്ധപ്പെട്ട സ്ഥലം സുരക്ഷാ വലയത്തിൽ സൂക്ഷിക്കുവാനും നിർദ്ദേശിച്ചിരിക്കുകയാണ്. കൊച്ചി പനവേൽ ദേശീയപാത 66 ബാംഗ്ലൂർ ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം തിരൂരിലാണ് അർജുൻ ഓടിച്ച ലോറി മണ്ണിനടിയിൽ പെട്ടതും പുഴയിലേക്ക് ഒഴുകിപ്പോയതും. കഴിഞ്ഞ 16-ാം തീയതി രാവിലെ 8:30 ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയാണ് കാണാതായിരിക്കുന്ന അർജുൻ. മുൻപ് തന്നെ നിരവധി തവണ കർമ്മ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള വിവരങ്ങൾ കാരണം മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറി പുഴയിലേക്ക് ഊർന്നിറങ്ങുന്നതും ലോറി തകർന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ താൻ കണ്ടുവെന്ന് മുമ്പ് ദൃക്സാക്ഷിയായിട്ടുള്ള സമീപത്തെ കർണാടക സ്വദേശി കർമ്മ ന്യൂസിലും മറ്റും ഈ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ലോറി കണ്ടെത്തിയാൽ കൂടി അർജുൻ ആ ലോറിക്കുള്ളിൽ ഉണ്ടാകുമോ എന്നുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ലോറി സ്കാനിങ്ങിൽ കണ്ടെത്തി, അതുപോലെ തന്നെ വിദഗ്ധ പരിശോധനയിൽ ലോഹാംശം കണ്ടെത്തി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എങ്കിലും ഇതുവരെയും അർജുന്റെ ലോറി സ്ഥിരീകരിക്കുകയോ എവിടെയാണെന്ന് കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ ലോറി കണ്ടെത്തിയാൽ തന്നെ അതിനുള്ളിൽ അർജുൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യവും ഇപ്പോഴും സ്ഥിരീകരിക്കാനാകുന്നില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.